പ്രിയമുള്ള സ്നേഹിതന്മാരെ, നിങ്ങൾക്ക് പൈസ കൊടുത്ത് സഹായിക്കാൻ പറ്റിയില്ലെങ്കിൽ ഈ വീഡിയോ നല്ലവരായ മനുഷ്യരിലേക്ക് ഷെയർ ചെയ്തിട്ടെങ്കിലും നിങ്ങൾ സഹായിക്കണം. കാരണം പിന്നെ ഇത് ഞാനും മണിക്കയും അവിടെ നിന്ന് കയറി വരാനുള്ള പാട് അത്രയും ബുദ്ധിമുട്ടി. ഞങ്ങൾ ഇത്രയും എന്താ പേര് അവിടെ വന്ന് ഈ കടപ്പിലെ 12 കൊല്ലായി കടപ്പിലെ ഷാജേട്ടനെ ചോദിച്ചാൽ തന്നെ എല്ലാവരും പറഞ്ഞു അത്രയും ദയനീയാവസ്ഥയിലാണ് ഇപ്പോൾ ആ കുടുംബം കഴിയണം. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കി. നിങ്ങളെ കൊണ്ട് ഇനി സാമ്പത്തികമായിട്ട് സഹായിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഷെയർ ചെയ്തിട്ടെങ്കിലും നിങ്ങൾ സഹായിക്കും. കാരണം നമ്മളെ പിന്നെ മറ്റുള്ള ഒരുപാട്, കാരണം അവരുടെ ഫാമിലിപ്പെട്ട ഒരുപാട് ആളുകൾ ഇത് കാണും എന്നുള്ള പ്രതീക്ഷയോടുകൂടിയാണ്. അതുപോലെ അദ്ദേഹത്തിന് താങ്ങും തണലായിട്ട് ഒരു സഹായം എത്തും എന്നുള്ള പ്രതീക്ഷയിലാണ് ഈ വീഡിയോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ആരും ആ ഒരു പ്രതീക്ഷ ആരും നഷ്ടപ്പെടുത്തരുത്, തള്ളിക്കളയരുത്. അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള സഹോദരന്മാരെ, ഞാൻ നിങ്ങളുടെ സ്വന്തം ഫൈസു. ഞാനിപ്പോൾ നിൽക്കുന്നത് മണ്ണാർക്കാട് പാലക്കയം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഞാൻ വന്നിട്ടുള്ളത് ഒരു സഹോദരൻ്റെ വളരെ വിഷമകരമായ ഒരവസ്ഥ. അദ്ദേഹം 2-3 ആഴ്ച തുടരെ എന്നെയും എൻ്റെ സ്വന്തം മണിക്ക അദ്ദേഹത്തെയും വിളിച്ച് പറഞ്ഞതിൻ്റെ പേരിൽ, കാരണം നിങ്ങൾ വരണം, ഒരു ഇതേപോലൊരു വീഡിയോ ചെയ്യണം എന്ന് പറഞ്ഞ് താല്പര്യപ്പെടുത്തിയതിൻ്റെ പേരിലാണ് ഞങ്ങൾ 2 പേരും ഇന്ന് ഷാജിക്ക എന്ന് പറയുന്ന 10-12 വർഷം മുമ്പ് റബ്ബർ വെട്ടി വീട്ടിലേക്ക് വരുന്ന സമയത്ത്, കാരണം ആ റോഡൊക്കെ ആ വഴിയൊക്കെ ഇൻഷാ അല്ലാഹ് ഈ വീഡിയോ കഴിയുന്നതിന് മുമ്പ് കാണിച്ചു തരാൻ കഴിയും. അങ്ങനെ വരുന്ന സമയത്ത് വീണ് നട്ടെല്ലിന് ക്ഷതം ബാധിച്ചതിൻ്റെ പേരിൽ 10-12 വർഷമായി ഹോസ്പിറ്റലിലേക്ക് 5-6 ആളുകൾ എടുത്തു കൊണ്ടുപോകേണ്ട ഒരു അവസ്ഥയിലെത്തിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിനൊരു ചെറിയ ഒരു വീടിനും അതുപോലെ തന്നെ തുടർ ചികിത്സക്കും വേണ്ടി നിങ്ങളാൽ കഴിയുന്ന സഹായം ലഭിക്കാൻ ഇത് കാരണമാവുമെങ്കിൽ ഞങ്ങൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെപ്പോലത്തെ എൻ്റെ സഹോദരന്മാരായ നമ്മുടെ വീഡിയോസ് കാണുന്ന ഒരുപാട് മുത്തുമണികളുണ്ട്. അവരൊക്കെ നമ്മുടെ ഷാജിയേട്ടൻ എന്ന് പറയുന്ന ഇദ്ദേഹത്തെ സഹായിക്കണമെന്ന് വിനീതമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി ഇൻഷാ അല്ലാഹ് അദ്ദേഹത്തെ നേരിൽ കാണാൻ വേണ്ടി. നമസ്കാരം അമ്മേ, എന്താ സുഖല്ലേ? പിന്നെ ഇവിടെ തന്നെ വർഷങ്ങളായിട്ട് ഇവിടെ തന്നെയാണോ? അതെ. ഷാജിയേട്ടൻ ഒരുപാട് ഇപ്പൊ 2-3 ആഴ്ച ഞങ്ങൾ വിളിച്ച്, കാരണം രണ്ടാളെ വിളിച്ച്, കാരണം ഓരോ വിഷയങ്ങൾ, കാരണം ഇന്നമാതിരി വിഷയമുണ്ട്. കാരണം ഞങ്ങൾ 10-12 വർഷമായിട്ട് വിഷമത്തിലാണ്, കുടുംബം മുന്നോട്ട് പോകാൻ. അപ്പൊ അത് നേരിൽ കാണാനും അതുപോലെ തന്നെ അവർക്ക് വേണ്ട സഹായങ്ങൾ അഭ്യർത്ഥിക്കാനാണ് ഞാൻ രണ്ടാളും ഇവിടെ വന്നിട്ടുള്ളത്. ഞാൻ മണിക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ അവരത് കണ്ടിട്ട് എന്താ എനിക്കിപ്പോൾ ഒരു 12 കൊല്ലമായി ഞാനൊരു വീഴ്ചയിൽ ഷാപ്പിങ്ങിന് കഴിഞ്ഞ് വരുമായിരുന്നു. ഒന്ന് നമ്മുടെ വീടിൻ്റെ വെളുത്തന്നെ ഒന്ന് വീണു. അതിന് സ്പൈനലിന് പരിക്ക് പറ്റി. അങ്ങനെ 2-3 ആശുപത്രി കൊണ്ടുപോയി. അവിടെ ഒന്നും എനിക്ക് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റത്തില്ല. ഓപ്പറേഷൻ ചെയ്താൽ ഒരു രക്ഷയില്ല, ആളൊന്നുമല്ല, മരിച്ചു പോകുക. അല്ലെങ്കിൽ നട്ടലിന് സ്പൈനൽ കോഡ് പരിക്ക് പറ്റിയിരുന്നു. അങ്ങനെ വീട്ടിൽ കൊണ്ടുപോകാൻ മൗലാന പോയി. മറ്റേ നമ്മുടെ മലയുടെ അപ്പുറത്ത് വേറൊരു സർക്കാരിൻ്റെ ആശുപത്രി ഉണ്ടല്ലോ, മറ്റേ നമ്മുടെ മലയുടെ മണ്ടയ്ക്കുള്ള, അവിടെയും പോയിട്ട് അവരും ഓപ്പറേഷൻ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ വീട്ടിൽ പോന്നു. പിന്നെ അതിന് ശേഷം നമ്മുടെ കോയമ്പത്തൂർ ഫിസിയോതെറാപ്പിക്ക് പോയിട്ടാണ് 3 മാസം ഫിസിയോതെറാപ്പി ഉണ്ടായിരുന്നു. ഫിസിയോതെറാപ്പി മാറ്റം കോയമ്പത്തൂർ പോയി ഫിസിയോതെറാപ്പിക്ക് പോയിട്ട് ഒന്ന് ഏറ്റവും ആരുടെ അത് പിടിച്ചിരുത്തിയിട്ടുണ്ട്, അങ്ങനെ ഇരിക്കാൻ പറ്റും. പക്ഷെ കൈയുടെ ഇങ്ങനെ കൈ മടങ്ങി ഒക്കെ ഇരിക്കും. ഭക്ഷണം കഴിക്കുന്ന ഭാര്യ
വീടിൻ്റെ ഇവിടെ ഇവിടെ എടുത്ത് തരികയാണ്, ഭാര്യ സ്പൂണിന് കോരി തരികയാണ് ചെയ്യുന്നത്. നിങ്ങളാണ് ഇപ്പോൾ ഭക്ഷണമൊക്കെ കൊടുക്കുന്നത്. അത് ബാത്റൂമൊക്കെ പോകാൻ ബുദ്ധിമുട്ടുണ്ട് എല്ലാത്തിനും ഇവളാണ് കൂട്ടു നിൽക്കുന്നത്. അപ്പോൾ അവളാണ് ഭക്ഷണം വാരി തരുന്നത്. പിന്നെ അമ്മയ്ക്ക് പ്രായമായി, അമ്മയ്ക്ക് 10-90 വയസ്സോളം ഉണ്ട്. മക്കളെ 2 പേരുണ്ട്, 2 പെൺമക്കളുണ്ട്. മൂത്തവളുടെ കല്യാണം കഴിഞ്ഞു. പിന്നെ ഇളയവള് ആയുർവേദ നഴ്സിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇടുക്കിയിലാണ്. പഠിച്ച് അതിൻ്റെ ട്രെയിനിങ്ങിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവരൊക്കെയാണ് മക്കളുടെ കാര്യം. പിന്നെ ഞാൻ പൈസക്കാരെ ഞാൻ വിളിച്ചതിൻ്റെ കാര്യം, എനിക്കൊരു ഇവിടുന്ന് ആശുപത്രി പോകണമെങ്കിലും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്താ ബുദ്ധിമുട്ടുള്ളത്? ബുദ്ധിമുട്ട് എന്തെങ്കിലും ഒരു വയ്യാഴ്ച വന്നിട്ടുണ്ടെങ്കിൽ എനിക്കാണെങ്കിലും വയ്യാഴ്ച ഒക്കെ എൻ്റെ ഭാര്യയ്ക്ക് ഫിക്സിൻ്റെ അസുഖമുള്ള, പിന്നെ ഇയർ ബാലൻസിൻ്റെ കംപ്ലൈൻറ്റ്, ഭാര്യക്കും അസുഖക്കാരിയാണ്. അങ്ങനെയുള്ള കംപ്ലൈൻറ്റ് ഒക്കെ ഒരുപാടുണ്ട്. പിന്നെ അമ്മയ്ക്കാണെങ്കിലും പ്രായമായിട്ട് അമ്മ ഇവിടെ നിന്ന് പെട്ടെന്ന് ഒരു മകനുള്ളൂ, വേറെ മക്കളുണ്ട്. അവരുടെ കല്യാണം കഴിഞ്ഞവരൊക്കെ വേറെ. അമ്മ ഉള്ളത്, എൻ്റെ കൂട്ടത്തിലാണ് അമ്മയുള്ളത്. അപ്പോൾ ആശുപത്രി പോകണമെങ്കിൽ ഈ വീട് മൊത്തം ഇങ്ങനെ പോയിരിക്കുക, മൊത്തം പഴയ സമയത്ത് വേണേലും താഴെ വീഴുക. അപ്പോൾ എനിക്കൊരു 5 സെൻറ്റ് സ്ഥലം നമ്മുടെ ഒരു റോഡ് വക്കിലുണ്ട്. അവിടെ ഒരു കുഞ്ഞു വീടാണ് എൻ്റെ ഒരു ഏറ്റവും വലിയൊരു ആഗ്രഹം. ചികിത്സിക്കാൻ എന്തെങ്കിലും എനിക്ക് ഇവക്കൊരു സഹായം. ഇവക്ക് 3000 രൂപയോളം മരുന്ന് വേണം ഈ ഒരു മാസം. നമ്മുടെ കമ്മ്യൂണിറ്റി വക എന്തെങ്കിലുമൊക്കെ വല്ല വകുപ്പുണ്ടോ? അങ്ങനെയുള്ള എനിക്ക് പള്ളിയിൽ നിന്ന് 50,000 രൂപ തന്നായിരുന്നു. അതിനായിട്ടാണ് ഞാൻ കുറെ മുമ്പ് തന്നത്. അതിനാണ് അവിടെ നമ്മുടെ സ്ഥലത്തിൻ്റെ അവിടെ ഒരു 6-7 കല്ല് അടിച്ചിട്ടായിരുന്നത്. ഇനിയിപ്പോൾ നമ്മളെ വേണ്ടപ്പെട്ട സഹോദരന്മാരോടും വേറെ ആൾ ഡയറക്റ്റ് പറഞ്ഞോളൂ. ഇതാണ് എൻ്റെ സഹോദരി സഹോദരന്മാരെ. ഒരുപാട് ഇവിടെ വീട് ഇവിടെ തന്നെയാണോ പ്രോപ്പർ? അല്ലല്ല, നമ്മുടെ ഇവിടുന്ന് ഒരു 1/2 കിലോമീറ്റർ നമ്മുടെ നിലവ് സിറ്റി ഉണ്ടല്ലോ, അവിടെ ഒരു പള്ളിയുണ്ട്. ആ പള്ളിയുടെ അവിടുന്ന് ഒരു 2 മിനിറ്റ് അങ്ങോട്ട് പോകാനുള്ളൂ. റോഡ് സൈഡിൽ തന്നെയാണ്. ശരിക്കും പറയുന്നത് മറ്റേ കാര്യങ്ങൾ എന്താണെന്ന് ശരിക്കും തുറന്ന് പറഞ്ഞു. അപ്പോൾ സഹോദരങ്ങളെ, എൻ്റെ ആഗ്രഹം ഇതാണ്. എനിക്ക് 2 പെൺമക്കളാണ്. എനിക്ക് ഇങ്ങനെ ഞാൻ എൻ്റെ നടക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. എൻ്റെ ഭാര്യയ്ക്ക് വയ്യാത്തതാണ്. അവളുടെ ഇതിനാണ് ഇപ്പം ഞാനിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അവൾക്ക് വയ്യാത്തൊരാളാണ്. പിന്നെ പ്രായമായ എൻ്റെ ഒരു അമ്മയുണ്ട്, 90 വയസ്സോളമായി. എൻ്റെ ആഗ്രഹം എനിക്കൊരു കുഞ്ഞൊരു അടച്ചുറപ്പുള്ള ഭവനമാണ് എനിക്ക് ആവശ്യം. പിന്നെ ചികിത്സയ്ക്കായിട്ട് ഒന്നും യാതൊരു നിവൃത്തിയില്ല. ചികിത്സയെല്ലാം മുടങ്ങിയിരിക്കുകയാണ്. ഭാര്യയുടെ ആണല്ലോ അത്, എല്ലാം മുടങ്ങിയിരിക്കുകയാണ്. അത് നടക്കാൻ പറ്റുമോ? അപ്പൊ അങ്ങോട്ടൊക്കെ നടക്കാൻ പറ്റുമോ? ഒന്നും പറ്റില്ല. ഈ കടത്തം തന്നെ കിടത്ത അതിലൊന്നും പിടിച്ചിരുത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഇരിക്കാം. പിന്നെ വീൽ ചെയറിൽ പോയിട്ട് ഒന്ന് ഇവിടെ കൊണ്ടുപോയിട്ടൊന്ന് കുളിപ്പിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ നേരെ തിരിച്ച് ഇവിടെ വന്ന് കിടക്കുക. അങ്ങനെയൊക്കെയാണ് എൻ്റെ കാര്യങ്ങൾ പോകുന്നത്. പിന്നെ ഇതൊക്കെയാണ് എൻ്റെ ഏറ്റവും ഭയങ്കര ആഗ്രഹം. അതുകൊണ്ട് അതിൽ എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത്, എന്തെങ്കിലും സഹായങ്ങൾ ചെയ്ത് ഈ കുടുംബത്തെ ഒന്ന് രക്ഷപ്പെടുത്തണം എന്നുള്ള ഒരു വലിയൊരു ആഗ്രഹം ഉണ്ട്. അത് നിങ്ങളിൽ നിന്നൊക്കെ ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ കേട്ടിട്ട് നമ്മളെ പിന്നെ ഷാജിയേട്ടൻ്റെയും അതുപോലെ തന്നെ അവരുടെ കുടുംബത്തിൻ്റെയും അമ്മേൻ്റെയൊക്കെ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും നിങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ കാരണം അദ്ദേഹം 10-12 വർഷമായിട്ട് സ്പൈനൽ കോഡ് തകർന്ന, ഇതിപ്പോൾ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ കാരണം അത്രയും റോട്ടിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങണമെങ്കിൽ, ഈ വീട്ടിലേക്ക് ഇറങ്ങണമെങ്കിൽ അത്ര ബുദ്ധിമുട്ട്. വീഡിയോയിൽ കാണിച്ചു തരാം, വീഡിയോ കാണിച്ചു തരാം അതിൻ്റെ റിസ്ക്, അതിൻ്റെ ബുദ്ധിമുട്ട്. അപ്പോൾ രാത്രി 2 മണിക്ക് 3 മണിക്കൊക്കെ റബ്ബർ തോട്ടത്തിലേക്ക് ചെല്ലുന്ന ഒരാളാണ് ഈ സാധുവായിട്ടുള്ള മനുഷ്യൻ. കാരണം എല്ലാവരും പരമാവധി അകമഴിഞ്ഞ് സഹായിക്കുക, പരമാവധി അകമഴിഞ്ഞ് ഇൻഷാ അല്ലാഹ് സഹായിക്കുക. ഇൻഷാ അല്ലാഹ്. അപ്പോൾ വേണ്ട എന്താ കണ്ടിച്ചാൽ അദ്ദേഹത്തിന് എന്തൊക്കെയാണോ, കാരണം അദ്ദേഹം അത്രയും ബുദ്ധിമുട്ടിലാണ്. ഒരു വീട് വേണം, പിന്നെ അതുപോലെ തന്നെ ചികിത്സ സംബന്ധമായിട്ടുള്ള പിന്നെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ട സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആത്മാർത്ഥമായി സഹായിക്കുമെന്ന പ്രതീക്ഷയോടുകൂടി അത്രയും ബുദ്ധിമുട്ട് നിറഞ്ഞ ഒരവസ്ഥയാണ് കാണുന്നത്. ഇതാണല്ലേ, ഒരുപാട് റിസ്ക് എടുത്തിട്ടാണ് ഈ വീട്ടിലേക്ക് ഇറങ്ങി കയറേണ്ട ഒരവസ്ഥ. വളരെ ദയനീയമാണ്. ഇത്രയും താഴ്ചയിൽ ഇത്ര ബുദ്ധിമുട്ടിയിട്ടാണ് ഒന്ന് ആശുപത്രിയിൽ കൊണ്ടുപോകാനും കൂടി പറ്റാത്ത ഒരു സാഹചര്യമാണ്.
അല്ലേ ഫൈസു? പിന്നെ ഉറപ്പായിട്ടും അത് 4-5 ആൾക്കാർ പണിക്കാ. അതെ മൂപ്പരെ ആൾക്കാരൊക്കെ ആ ഇങ്ങോട്ട് ഒന്ന് ആസ്പത്രി കൊണ്ടുപോകണമെങ്കിൽ 4 ആൾ പൊക്കിയിട്ടാണ്, പിന്നെ കൂലിക്ക് വിളിച്ച് പൊക്കിയിട്ടാണ് കൊണ്ടുപോകണം. കൂലി കൊടുത്തിട്ടാണ് ഇപ്പോൾ ഒരു മനുഷ്യനെ ഇപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത്. ഇത് കയറുമ്പോൾ തന്നെ ഇതാ എന്തോ കടും കുത്തനെ അല്ലേ, കല്ലുകളും മുട്ടി പാറകളും ഒക്കെ ആയിട്ട് നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ എത്രയോ പൈസ നമ്മൾ സിനിമക്കും വിനോദത്തിനൊക്കെ ചിലവാക്കി കളയുന്നു, ഫുഡിനും. അപ്പോൾ ഒരു നേരം ഭക്ഷണം പോലും വാങ്ങാൻ പറ്റാത്ത ആളുകളാണ് ഇവരൊക്കെ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഒരു സിനിമ കാണുന്ന കാശോ അല്ലെങ്കിൽ ഒരു നേരം ഫുഡ് കഴിക്കണ കാശോ എന്തെങ്കിലുമൊക്കെ കൊടുത്ത് സഹായിക്കണം ഇവരെ. ഈ വഴിയിലൂടെ ഇറങ്ങി വരുമ്പോഴാണ് മൂപ്പര് ഈ ഷാജിയേട്ടൻ പരിക്ക് പറ്റിയത്, സ്പൈനൽ കോഡിന് പരിക്ക് പറ്റിയത്. അപ്പോൾ എല്ലാവരും അകമഴിഞ്ഞ് സഹായിക്കുക. നിങ്ങളിത് 1 ഉറുപ്പ്യ ഉള്ളൂ വെച്ചാൽ ആ 1 രൂപ കൊടുത്ത് സഹായിക്കുക, അല്ലേ പൈസ? ഒരു ചായ കുടിക്കണ പൈസയെങ്കിലുമൊക്കെ ഇത് വല്ലാത്തൊരു കയറ്റാണ്. നമുക്ക് തന്നെ കയറാൻ വയ്ക്കണില്ല. ഇത് താന്നിച്ചോട് കറി എന്താ ഇവിടെ സ്ഥലപ്പേര് പറഞ്ഞു പൈസ? അത്രയും കുണ്ടിലാണ് ഈ ഷാജിയേട്ടൻ്റെ വീട്. ഞങ്ങളവിടെ നിന്ന് കയറി വന്നപ്പോഴൊക്കെ തന്നെ ഭയങ്കര കിതപ്പ്, അത്രയും കുണ്ടിലാണ്. ഈ കുണ്ട് കയറി വന്നപ്പോഴേക്കനെ ആകെ ചടച്ച് ഉപ്പാട്ടല്ലേ ഫൈസോ. അപ്പോൾ ഈ കുണ്ടിലേക്ക് ഇറങ്ങുമ്പോഴാണ് ഷാജിയേട്ടന് പരിക്ക് പറ്റി. അപ്പോൾ എല്ലാവരും സഹായിക്കും. ഒരു ചായ കുടിക്കണ പൈസയിൽ കൊടുത്തിട്ട് അല്ലേ, ഗൂഗിൾ പേ നമ്പർ കൊടുക്കുക, അതിൽ ഇട്ട് കൊടുത്തോളി. അപ്പോൾ ഓക്കെ. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.